ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ളൊരു നെക്ക് ലൈനാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു തുണിയിൽ ഞാൻ നെക്ക് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതായിപ്പോയി കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീതി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ബീഡ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പേൾ ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കട്ട് ബീഡ്സും. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ആസ് യൂഷ്വൽ സൂചി നൂലും വേണം. നമ്മൾ ഓരോ ബീഡ്സും തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്ത് ഞാനൊരു എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ പാർട്ട് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രെയിമിൽ ഫിക്സ് ചെയ്തത്. ഇപ്പോൾ ആ വരച്ചിട്ടുള്ള മുഴുവൻ നെക്കും കവറാവാൻ വേണ്ടിയിട്ട് വലിയ ഫ്രെയിം തന്നെ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഓരോ ബീഡ്സും തുന്നി കൊടുക്കാൻ പോവുകയാണ്. 1 by 1 ആയിട്ട് നമുക്ക് ആദ്യം പേൾ ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഓരോന്നോരോന്ന് തുന്നി കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കണം. പ്രത്യേകിച്ച് ഏത് ബീഡ് ആദ്യം കൊടുക്കണം, എവിടെ ആദ്യം തുന്നണം, അങ്ങനെ ഒരു ഓർഡറൊന്നും ഇല്ലാത്തൊരു ഡിസൈനാണിത്. എന്നാലും ഞാനൊരു ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട്ലൈന് ആദ്യം പേൾ ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറ്റും. മറ്റത് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡിലും ഞാൻ ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലാത്ത ഡിസൈനാണിത്. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ ഉൾഭാഗത്തും ഇതേപോലെ ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തുന്നുന്നതിന് മുമ്പ് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം തുന്നി കൊടുത്താൽ ഒന്നുകൂടെ അവിടെ സ്റ്റിഫായിട്ട് മുത്തുകളൊക്കെ നിന്നോളും. വെക്കണ നിർബന്ധമൊന്നുമില്ല, എന്നാലും വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ ബീഡ്സും വെച്ച് കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഗമ്മ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം തുന്നി കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കണം. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് വെച്ച് കൊടുക്കുക. ഇനി പേൾ ബീഡിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ കട്ട് ബീഡ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നിക്കണം ആ ഒരു ഡിസൈന്. അതിനാണ് ഈ ബീഡ് വെച്ച് കൊടുക്കുന്നത്. ഇതും നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം.
ഇങ്ങനെയുള്ള ചെറിയ ബീഡൊക്കെ എടുക്കുമ്പോൾ അതിന് പാകത്തിലുള്ള നീഡിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഷോപ്പുകളിലൊക്കെ കിട്ടും തോന്നുന്നതേ പോലത്തെ നീഡിൽ. എംബ്രോയ്ഡറി നീഡിൽ ആയിട്ട് വേറെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ചെറുതായിട്ടുള്ള നീഡിൽ എടുക്കാനായിട്ട് നോക്കണം. ഈ ഒരു രൂപത്തിൽ നമുക്ക് എല്ലാ ബീഡ്സും വെച്ച് കൊടുക്കണം. പിന്നെ ഇപ്പോൾ വെച്ച് കൊടുത്ത ബീഡൊക്കെ ഞാൻ ഗം ചെയ്തിട്ടുണ്ട്. ഗം ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞു പോരും. അതല്ലാതെയും ചെയ്യാം, എന്നാലും ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ആ നെക്ക് ലൈന് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ ഡിസൈൻ്റെ ലുക്ക് കിട്ടുന്നത്? വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് കുർത്തയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ചുരിദാറിൽ വെച്ച് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ സാരിയുടെ ബ്ലൗസിൽ, സാരിയുടെ ബോർഡറായിട്ട് വെച്ച് കൊടുക്കാം. അതും അല്ലെങ്കിൽ സ്ലീവ്സിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. കണ്ടാൽ നല്ല റിച്ചായിട്ട് തോന്നുകയും ചെയ്യും. അധികം എഫേർട്ടും കൊടുക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ പ്രത്യേകം പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.